ഗുഡ് മോർണിംഗ്. ഇത് നമ്മളെ ഫിഫ്ത്ത് മൊഡ്യൂളിലാണ്. ഫിഫ്ത്ത് മൊഡ്യൂളിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് സെക്യൂരിറ്റി പ്ലാനിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സെക്യൂരിറ്റി പ്ലാൻ എന്താണെന്ന് അറിയണം ആദ്യം അല്ലേ. അപ്പോൾ സെക്യൂരിറ്റി പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്റ് ആണ്. ആ ഡോക്യുമെൻറ്റിൽ ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയൊക്കെയാണ് സെക്യൂരിറ്റി ആവശ്യമാണല്ലോ എല്ലാ ഏരിയാസിലും. അപ്പോൾ നമ്മൾ പഠിച്ചു, ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും ഡാറ്റാബേസ് ആണെങ്കിലും നമ്മളൊരു അപ്ലിക്കേഷൻ ആണെങ്കിലും എല്ലാം എന്ത് വേണം, സെക്യൂരിറ്റി ആവശ്യമാണ്. അപ്പോൾ ആ സെക്യൂരിറ്റി നീഡ്സിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു ഒരു ഓർഗനൈസേഷൻ എന്നുള്ളത് കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യണം. അതൊരു ഡോക്യുമെൻ്റ് ആക്കി വെക്കണം. അതാണ് എന്ത് സെക്യൂരിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. ഈ സെക്യൂരിറ്റി പ്ലാൻ ഈസ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ആൻ ഓർഗനൈസേഷൻ വിൽ അഡ്രസ് ഇറ്റ്സ് സെക്യൂരിറ്റി നീഡ്സ്. ആ ഓർഗനൈസേഷൻ്റെ സെക്യൂരിറ്റി നീഡ്സിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ളത് എന്ത് ചെയ്യാണ്, അവർ ഡിസ്ക്രൈബ് ചെയ്യാണ്. അതിനെയാണ് സെക്യൂരിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, പീരിയോഡിക്കായിട്ട് അതിൽ റിവ്യൂ നടത്തണം എപ്പോഴും. കാരണം അതായത് ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സെക്യൂരിറ്റി തന്നെ മതിയാവില്ല. കാരണം ടെക്നോളജി ഇങ്ങനെ ഓരോ ഡേയ്സ് കഴിയുമ്പോഴും ഇങ്ങനെ മാറി മാറി വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സെക്യൂരിറ്റി മുന്നേ ഉണ്ടാക്കി വെച്ചതൊക്കെ വൾണറബിൾ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്, വീക്കായിട്ട് പോവും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പീരിയോഡിക്കായിട്ട് റിവ്യൂ നടത്തണം, അതേപോലെ റിവിഷൻ നടത്തണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓർഗനൈസേഷൻ്റെ സെക്യൂരിറ്റി ചേഞ്ച്, അതായത് ഓർഗനൈസേഷൻ്റെ സെക്യൂരിറ്റിയിൽ ചേഞ്ച് വരും. പിന്നെ അതേപോലെ ഓർഗനൈസേഷൻ തന്നെ വേണ്ടി വരും, സെക്യൂരിറ്റിയിൽ ചേഞ്ച് വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പീരിയോഡിക്കായിട്ട് റിവ്യൂവും റിവിഷനും നമ്മൾ നടത്തണം. A good security plan is an official record of current security practices. അപ്പോൾ ഒരു നല്ല സെക്യൂരിറ്റി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രസൻ്റ്ലി ഉള്ള സെക്യൂരിറ്റി പ്രാക്ടീസസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു റെക്കോർഡ് ഉണ്ടാവും. അതിൻ്റെ കൂടെ എന്തും കൂടി ഉണ്ടാവും, എ ബ്ലൂ പ്രിൻറ്റ് ഫോർ ഓർഡർലി ചേഞ്ച് ടു ഇംപ്രൂവ് ദോസ് പ്രാക്ടീസസ്. ഇപ്പോൾ ഉള്ള പ്രാക്ടീസുകളെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു ബ്ലൂ പ്രിൻറ്റും കൂടെ ഉണ്ടാവും. അപ്പോൾ രണ്ടും, ഇപ്പോഴത്തെ കറൻറ്റ് പ്രാക്ടീസുകളും ഉണ്ടാവും, പ്ലസ് അതിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളതും കൂടെ ഉണ്ടാവും. അപ്പോൾ അത് ചേർന്നാലാണ് എന്താവുന്നത്, ഒരു ഗുഡ് സെക്യൂരിറ്റി പ്ലാൻ ആയിട്ട് മാറുന്നത്. ബൈ ഫോളോയിങ് ദ പ്ലാൻ, ഡെവലപ്പേഴ്സ് ആൻഡ് യൂസേഴ്സ് ക്യാൻ മെഷർ ദ ഇഫക്റ്റ് ഓഫ് പ്രപ്പോസ്ഡ് ചേഞ്ചസ് ലീഡിങ് ഇവൻച്വലി ടു ഫർദർ ഇംപ്രൂവ്മെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു പ്ലാന് വെച്ചിട്ട് ഡെവലപ്പേഴ്സിനും യൂസേഴ്സിനും എന്തെല്ലാം പ്രപ്പോസ്ഡ് ചേഞ്ചുകളാണ് ഇനി ഫ്യൂച്ചറിൽ വേണ്ടി വരിക എന്നുള്ളത്, ഇംപ്രൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അവർക്ക് അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റും. The impact of the security plan is important too. A carefully written plan supported by management notifies employees that security is important to management and therefore to everyone. Thus the security plan has to have the appropriate content and produce the desired effect. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചത് വെച്ചിട്ട് നമുക്കറിയാം സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം, അത് ഡിസയേർഡ് ആയിട്ടുള്ള ഇഫക്റ്റുകൾ തന്നെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ അതൊക്കെ കെയർഫുള്ളായിട്ട് എഴുതിയിട്ടുള്ള ഒരു കറക്റ്റ് സെക്യൂരിറ്റി പ്ലാൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു സെക്യൂരിറ്റി പ്ലാനിൽ അതിൻ്റെ കണ്ടൻറ്റ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, കറക്റ്റ് ഡിസയേർഡ് ഇഫക്റ്റുകൾ തരണം എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്, മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറുകളാണ്. പിന്നെ അടുത്തത് സെക്യൂരിറ്റി പ്ലാനിൻ്റെ കണ്ടൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. എ സെക്യൂരിറ്റി പ്ലാൻ ഐഡൻറ്റിഫൈസ് ആൻഡ് ഓർഗനൈസസ് ദ സെക്യൂരിറ്റി ആക്ടിവിറ്റി ഓഫ് എ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം. ദ പ്ലാൻ ഈസ് ബോത്ത് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കറൻറ്റ് സിറ്റുവേഷൻ ആൻഡ് എ പ്ലാൻ ഫോർ ദി ഇംപ്രൂവ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു, പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കറൻറ്റ് സിറ്റുവേഷനും പ്ലസ് അതിലൂടെ പ്രപ്പോസ്ഡ് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ബ്ലൂ പ്രിൻറ്റും കൂടെ ചേർന്നതാണ് നമ്മൾ സെക്യൂരിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. എവരി സെക്യൂരിറ്റി പ്ലാൻ മസ്റ്റ് അഡ്രസ് 7 issues. അപ്പോൾ ഓരോ സെക്യൂരിറ്റി പ്ലാനിലും അവിടെ അഡ്രസ്സ് ചെയ്യേണ്ട 7 കാര്യങ്ങളുണ്ട്, ഇഷ്യൂസ് ഉണ്ട്. എന്തൊക്കെയാണ്? പോളിസി, കറൻറ്റ് സ്റ്റേറ്റ്, റിക്വയർമെൻറ്റ്സ്, റെക്കമെൻഡഡ് കൺട്രോൾസ്, അക്കൗണ്ടബിലിറ്റി, ടൈം ടേബിൾ, കണ്ടിന്യൂയിങ് അറ്റൻഷൻ. അപ്പോൾ ഈ 7 ഇഷ്യൂസും എന്ത് ചെയ്യണം, സെക്യൂരിറ്റി പ്ലാനിൽ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തത് പോളിസി. Indicating the goals of a computer security effort,
ആൻഡ് ദ വില്ലിങ്നെസ് ഓഫ് ദ പീപ്പിൾ ഇൻവോൾവ്ഡ് ടു വർക്ക് ടു അച്ചീവ് ദോസ് ഗോൾസ്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എഫേർട്ട് അതിൻ്റെ ഗോൾസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. അതിനെന്ത് ചെയ്യണം, അഡ്രസ്സ് ചെയ്യണം. അതേപോലെ തന്നെ ദ വില്ലിങ്നെസ് ഓഫ് ദ പീപ്പിൾ ഇൻവോൾവ്ഡ് ടു വർക്ക് ടു അച്ചീവ് ദീസ് ഗോൾസ്. അപ്പോൾ ഈ സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഗോൾസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആളുകളുടെ വില്ലിങ്നെസ്, അവർ റെഡിയാണോ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ എന്നുള്ളതൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒന്നാണ് എന്ത്, പോളിസി എന്ന് പറയുന്നത്. പിന്നെ കറൻറ്റ് സ്റ്റേറ്റ് ഡിസ്ക്രൈബിങ് ദ സ്റ്റാറ്റസ് ഓഫ് സെക്യൂരിറ്റി അറ്റ് ദ ടൈം ഓഫ് പ്ലാൻ. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഓർഗനൈസേഷൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൻ്റെയോ കറൻറ്റ് സെക്യൂരിറ്റി സ്റ്റാറ്റസ് എന്താണ്, വീക്കാണോ ഹൈ ആണോ അല്ല അപ്ഡേറ്റഡ് ആണോ, അങ്ങനെ എന്താ വെച്ചാൽ അതെന്ത് ചെയ്യണം, നമ്മൾ അഡ്രസ്സ് ചെയ്യണം. പിന്നെ റിക്വയർമെൻറ്റ്സ് റെക്കമെൻഡിങ് വേസ് ടു മീറ്റ് ദ സെക്യൂരിറ്റി ഗോൾസ്. സെക്യൂരിറ്റി ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മാർഗ്ഗങ്ങളാണ് എന്നുള്ളത്, എന്തെല്ലാം റിക്വയർമെൻറ്റ്സ് വേണം എന്നുള്ളത് അഡ്രസ്സ് ചെയ്യുന്നതാണ് റിക്വയർമെൻറ്റ്സ് എന്നതിൽ പറയുന്നത്. പിന്നെ റെക്കമെൻഡഡ് കൺട്രോൾസ് മാപ്പിംഗ് കൺട്രോൾസ് ടു ദ വൾണറബിലിറ്റീസ് ഐഡൻറ്റിഫൈഡ് ഇൻ ദ പോളിസി ആൻഡ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വൾണറബിലിറ്റീസിലേക്ക് എന്തെല്ലാം കൺട്രോൾസ് ആണ് നമ്മൾ അതിലേക്ക് മാപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് വീക്കായിട്ട് നമ്മൾ കണ്ടെത്തുന്നതിലൊക്കെ എന്തെല്ലാം നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം, പോളിസി ആൻഡ് റിക്വയർമെൻറ്റ്സ് എന്തെല്ലാം നമ്മൾ അതിലേക്ക് മാപ്പ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് അഡ്രസ്സ് ചെയ്യുന്നതാണ് റെക്കമെൻഡഡ് കൺട്രോൾസ്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കൺട്രോൾസുകളാണത്. പിന്നെ അക്കൗണ്ടബിലിറ്റി ഡിസ്ക്രൈബിങ് ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഈച്ച് സെക്യൂരിറ്റി ആക്ടിവിറ്റി. ഓരോ സെക്യൂരിറ്റി ആക്ടിവിറ്റിക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ടൈം ടേബിൾ ഐഡൻറ്റിഫൈയിങ് വെൻ ഡിഫറെൻറ്റ് സെക്യൂരിറ്റി ഫങ്ഷൻസ് ആർ ടു ബി ഡൺ. ഓരോ സെക്യൂരിറ്റി ഫങ്ഷൻസും എപ്പോൾ ചെയ്യണം എന്നുള്ളത്, ഓരോ ആക്ടിവിറ്റിയും എപ്പോൾ ഏത് സമയത്ത് നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം എന്നുള്ളത് അതായത് ടൈം ടേബിൾ എന്നതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂയിങ് അറ്റൻഷൻ സ്പെസിഫൈയിങ് എ സ്ട്രക്ചർ ഫോർ പീരിയോഡിക്കലി അപ്ഡേറ്റിംഗ് ദി സെക്യൂരിറ്റി പ്ലാൻ. അതായത് നമ്മൾ സെക്യൂരിറ്റി പ്ലാനിനെ പീരിയോഡിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതാണ് എന്ത്, കണ്ടിന്യൂയിങ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അതിലാണ് നമ്മളിത് അഡ്രസ്സ് ചെയ്ത് വെക്കുന്നത്. ദർ ആർ മെനി അപ്രോച്ചസ് ടു ക്രിയേറ്റിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് എ സെക്യൂരിറ്റി പ്ലാൻ. സം ഓർഗനൈസേഷൻസ് ഹാവ് എ ഫോർമൽ ഡിഫൈൻഡ് സെക്യൂരിറ്റി പ്ലാനിങ് പ്രോസസ് മച്ച് ആസ് ദേ മൈറ്റ് ഹാവ് എ ഡിഫൈൻഡ് ആൻഡ് ആക്സെപ്റ്റഡ്. അപ്പോൾ ഒരുപാട് സെക്യൂരിറ്റി പ്ലാനുകളുണ്ട്, പല അപ്രോച്ചുകളുണ്ട് ക്രിയേറ്റ് ചെയ്യാനും അത് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അതിൽ 7 മെയിനായിട്ടുള്ള സെക്യൂരിറ്റി പ്ലാനിൻ്റെ പാർട്സാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. 7 പാർട്സ് ഓഫ് എ സെക്യൂരിറ്റി പ്ലാൻ. അതിൽ ഫസ്റ്റത്തത് നമുക്കിതിൽ കവർ ചെയ്യാം. അതായത് ഫസ്റ്റത്തത് പോളിസിയാണ്. എന്താണ് പോളിസി എന്ന് നോക്കാം. എ സെക്യൂരിറ്റി പ്ലാൻ മസ്റ്റ് സ്റ്റേറ്റ് ദ ഓർഗനൈസേഷൻസ് പോളിസി ഓൺ സെക്യൂരിറ്റി. അപ്പോൾ ഒരു സെക്യൂരിറ്റി പ്ലാനിൽ മസ്റ്റായിട്ടും ആ ഓർഗനൈസേഷൻ്റെ പോളിസി എന്ത് ചെയ്തിരിക്കണം, കവർ ചെയ്തിരിക്കണം. ഓരോ ഓർഗനൈസേഷനും അതിൻ്റേതായിട്ടുള്ള പോളിസി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാകും. അപ്പോൾ ഓരോ ഓർഗനൈസേഷൻ്റെയും പോളിസി ആ സെക്യൂരിറ്റി പ്ലാനിൽ കറക്റ്റായിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കണം. എ സെക്യൂരിറ്റി പോളിസി ഈസ് എ ഹൈ ലെവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ആൻഡ് ഇൻറ്റൻറ്റ്. അതായത് ഇത് പർപ്പസ് എന്താണ്, ഇൻറ്റൻഷൻ എന്താണ്, അത് ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്തിരിക്കണം, അതൊരു ഹൈ ലെവൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതതിൽ സെക്യൂരിറ്റി പോളിസി ആയിട്ട് ഉണ്ടായിരിക്കണം. ദ പോളിസി സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ആൻസർ 3 എസെൻഷ്യൽ ക്വസ്റ്റ്യൻസ്. ഇതിൽ മെയിനായിട്ട് 3 ക്വസ്റ്റ്യൻസ് ആണ് സെക്യൂരിറ്റി ബേസ് ചെയ്തിട്ട് ഈ ഒരു പോളിസി സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. ഒന്ന്, ഹൂ ഷുഡ് ബി അലൗഡ് ആക്സസ്, ആർക്കൊക്കെ ആക്സസിങ് കൊടുക്കാം എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ വേണം. ടു വാട്ട് സിസ്റ്റം ആൻഡ് ഓർഗനൈസേഷണൽ റിസോഴ്സസ് ഷുഡ് ആക്സസ് ബി അലൗഡ്, ഏത് സിസ്റ്റത്തിലേക്കൊക്കെ അതേപോലെ ഓർഗനൈസേഷൻ്റെ ഏതൊക്കെ റിസോഴ്സസിലേക്കൊക്കെ ആക്സസിങ് അലോ ചെയ്യാം എന്നുള്ളത് വേറൊരു ക്വസ്റ്റ്യനാണ്. അതിന് ആൻസർ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. വാട്ട് ടൈപ്സ് ഓഫ് ആക്സസ് ഷുഡ് ഈച്ച് യൂസർ ബി അലൗഡ് ഫോർ ഈച്ച് റിസോഴ്സ്, ഓരോ റിസോഴ്സിനും ഏതൊക്കെ ടൈപ്പിലുള്ള ആക്സസിങ് നമുക്ക് കൊടുക്കാം എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് പറയാം ഡാറ്റാബേസ് ആകുമ്പോൾ എല്ലാവർക്കും റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. റീഡ് ചെയ്യുന്ന യൂസേഴ്സിന് റീഡിങ് ഓപ്പറേഷൻ മാത്രം കൊടുത്താൽ മതി, രണ്ടും കൊടുക്കേണ്ടവർക്ക് മാത്രമേ രണ്ടും കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്പെസിഫൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദ പോളിസി സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് സ്പെസിഫൈ ദ ഫോളോയിങ്. അപ്പോൾ ഓരോ പോളിസി സ്റ്റേറ്റ്മെൻറ്റും ഈ താഴെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. എന്തൊക്കെയാണ്? ദ ഓർഗനൈസേഷൻസ് ഗോൾസ് ഓൺ സെക്യൂരിറ്റി, ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താണ്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താണ് എന്നുള്ളത് അതിൽ സ്റ്റേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഷുഡ് ദ സിസ്റ്റം പ്രൊട്ടക്റ്റ് ഡാറ്റ ഫ്രം ലീക്കേജ് ടു ഔട്ട്സൈഡേഴ്സ്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഈ ഒരു ഓർഗനൈസേഷൻ്റെ സിസ്റ്റം
അതിൻ്റെ ഓർഗനൈസേഷൻ ഗോളിൽ അത് വരുന്നുണ്ടോ നോക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, അതിന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി പോളിസിയിൽ അത് എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ചെയ്യണം. പുറത്തുള്ള ആളുകൾക്ക് ഈ സിസ്റ്റത്തിലുള്ള ഡാറ്റാസ് ലീക്ക് ചെയ്യുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ, പ്രൊട്ടക്റ്റ് എഗെയിൻസ്റ്റ് ലോസ് ഓഫ് ഡാറ്റ ഡ്യൂ ടു ഫിസിക്കൽ ഡിസാസ്റ്റർ, എന്തെങ്കിലും ഡിസാസ്റ്റർ വന്നാൽ ഡാറ്റ ലോസ് ആവുന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ, പ്രൊട്ടക്റ്റ് ദ ഡാറ്റാസ് ഇൻറ്റഗ്രിറ്റി, ഡാറ്റയുടെ ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ, പ്രൊട്ടക്റ്റ് എഗെയിൻസ്റ്റ് ലോസ് ഓഫ് ബിസിനസ് വെൻ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് ഫെയിൽ, ഏതെങ്കിലും റിസോഴ്സസിൻ്റെ ഫെയില് കാരണം ബിസിനസ് ലോസ് വരുന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ, അതെല്ലാം ഓർഗനൈസേഷണൽ പോളിസിയിൽ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സെക്യൂരിറ്റി പോളിസിയിലും എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ചെയ്യണം. വാട്ട് ഈസ് ദ ഹയർ പ്രയോറിറ്റി, സെർവിങ് കസ്റ്റമേഴ്സ് ഓർ സെക്യൂറിങ് ഡാറ്റ. പിന്നെ ഈ ഓർഗനൈസേഷൻ്റെ പ്രയോറിറ്റി എന്താണെന്ന് നോക്കുക. അതായത് കസ്റ്റമർക്ക് മാക്സിമം സെർവ് ചെയ്യുക എന്നുള്ളതാണോ അതോ ഡാറ്റനെ മാക്സിമം സെക്യൂർ ആക്കുക എന്നുള്ളതാണോ അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അതിനനുസരിച്ച് അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, അതിനനുസരിച്ച് പോളിസി സ്റ്റേറ്റ്മെൻറ്റിൽ അതൊക്കെ സ്പെസിഫൈ ചെയ്യണം. വേർ ദ റെസ്പോൺസിബിലിറ്റി ഫോർ സെക്യൂരിറ്റി ലൈസ്, സെക്യൂരിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എവിടെയാണ് ഉള്ളത് എന്നുള്ളത് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. അതായത് ഒരു ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററുടെ കയ്യിലാണോ അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ ഏതെങ്കിലും ടീമിൻ്റെ കയ്യിലാണോ ഈ റെസ്പോൺസിബിലിറ്റി ഉള്ളത് എന്നൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഷുഡ് ദ റെസ്പോൺസിബിലിറ്റി റെസ്റ്റ് വിത്ത് എ സ്മോൾ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഗ്രൂപ്പ്, അതാണ് നമ്മൾ പറഞ്ഞത്. അതായത് ചെറിയ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ഒതുങ്ങുന്നതാണോ ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഓർഗനൈസേഷൻ്റെ, അതല്ല വിത്ത് ഈച്ച് എംപ്ലോയി, ഓരോ എംപ്ലോയീസിൻ്റെയും റെസ്പോൺസിബിലിറ്റി ആണോ സെക്യൂരിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത്, ഓർ വിത്ത് റിലവൻറ്റ് മാനേജർ, അതോ ആ ഒരു ഓർഗനൈസേഷൻ്റെ മാനേജർ, ചില ഓരോ സെക്ഷനിലുള്ള മാനേജേഴ്സിൻ്റെ മാത്രം ഡ്യൂട്ടിയാണോ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതൊക്കെ എന്ത് ചെയ്യണം, പോളിസി സ്റ്റേറ്റ്മെൻറ്റിൽ സ്പെസിഫൈ ചെയ്യണം. പിന്നെ ദ ഓർഗനൈസേഷൻസ് കമ്മിറ്റ്മെൻറ്റ് ടു സെക്യൂരിറ്റി, ഓർഗനൈസേഷന് എത്രത്തോളം സെക്യൂരിറ്റി എന്നുള്ള ഫാക്ടറിനോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എന്നത് എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഹൂ പ്രൊവൈഡ് സെക്യൂരിറ്റി സപ്പോർട്ട് ഫോർ സ്റ്റാഫ്, സ്റ്റാഫിനുള്ള സെക്യൂരിറ്റി സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, ഓർ വേർ ഡസ് സെക്യൂരിറ്റി ഫിറ്റ് ഇൻ ടു ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ സെക്യൂരിറ്റി എന്നുള്ള ഫാക്ടർ എവിടെയാണ് ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഓർഗനൈസേഷൻ്റെ പോളിസീസും സ്റ്റാൻഡേർഡ്സും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മളത് സെക്യൂരിറ്റി പോളിസിയിൽ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് എന്ത്, ഫസ്റ്റ് 7 പാർട്സ് ഓഫ് സെക്യൂരിറ്റി പ്ലാനിലെ ഫസ്റ്റ് പാർട്ട് പറയുന്നത് പോളിസിയാണ്. ബാക്കി അടുത്ത സെക്ഷനിൽ പറയാം കേട്ടോ. താങ്ക് യു.